അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് വീക്കെൻഡ് ആട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സാധാരണ ഒരു വീക്കെൻഡ് വരുമ്പോഴാണ് ഞാൻ തൃശ്ശൂർ പോകുന്നത്. അപ്പോൾ ഇന്നും വീക്കെൻഡാണ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ നേരെ തൃശ്ശൂർക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ മ്യൂസിയത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് സൺഡേ വർക്കിംഗ് ഡേയും മൺഡേ ലീവുമാണ്. ഇന്ന് സൺഡേ ആണ്. സോ ഇന്ന് വൈകിട്ടാണ് നമ്മൾ തൃശ്ശൂർ പോകുന്നത്. അപ്പോൾ വൈകിട്ട് ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, ട്രെയിൻ കയറുന്നു, തൃശ്ശൂർക്ക് പോകുന്നു. അപ്പോൾ തൃശ്ശൂർ പോയിട്ടും അവിടുത്തെ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കുട്ടി വീഡിയോയിലായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. പോരാത്തതിന് ഇതെൻ്റെ 3ാമത്തെ വ്ളോഗാണ്. നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അങ്ങനെ വൈകിട്ടായിട്ടുണ്ട്. ഇത്രയും നേരം ഭയങ്കര വെയിലായിരുന്നു. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല മഴക്കോളായിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഞാൻ നടന്നു പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ നടന്നു പോയി കഴിഞ്ഞാൽ ഞാൻ പാതി വഴിയിൽ വെച്ച് നനയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓട്ടോയിൽ പോകാം. എന്തായാലും ട്രെയിനിന് ടൈം ആയിട്ടുണ്ട്, നമുക്ക് ഇറങ്ങാം. മഴ നമ്മളെ ചതിച്ചിട്ടില്ല. കറക്റ്റ് സമയമായപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് തൃശ്ശൂരോട്ട് പോകാം. അങ്ങനെ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ തന്നെ കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ നേരെ ട്രെയിനിൽ കയറി തൃശ്ശൂരോട്ട് പോകാണ്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ചേട്ടൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന സ്ഥിതിക്ക് നേരെ നമുക്ക് ആദ്യം തന്നെ ഫുഡ് അടിക്കാനായിട്ട് പോകാൻ നല്ല വിശപ്പുണ്ട്. അങ്ങനെ നമ്മളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ നിന്നൊരു മിക്സഡ് നൂഡിൽസും പിന്നെ ബെൽജിയൻ ചിക്കനുമാണ് കഴിച്ചത്. അതൊക്കെ കഴിച്ചിട്ട് നേരെ വേറൊരു കടയിൽ നമ്മൾ ഷേക്ക് കുടിക്കാനായിട്ട് കയറി. ഒരെണ്ണേ വാങ്ങിയുള്ളൂ, കാരണം വയറ് ഫില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഒരെണ്ണം മാത്രമേ വാങ്ങിയുള്ളൂ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? മിത്തുവേ, ഗുഡ് മോർണിംഗ് മിത്തു. ഗുഡ് മോർണിംഗ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഇന്നലെ ഒത്തിരി ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഭയങ്കര ക്ഷീണമായിരുന്നു. വന്ന ഉടനെ കുളിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങി. അതുപോലെ തന്നെ ഇന്നത്തെ ട്രെയിൻ യാത്ര ഭയങ്കര ദുരന്തമായിരുന്നു. എൻ്റെ കയ്യിൽ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. വന്ദേ ഭാരതിലാണെങ്കിൽ എല്ലാം പ്രീ ബുക്കിംഗ് ആക്കിയെന്ന്, ഇൻക്ലൂഡിങ് ചായയും കോഫിയും ബിസ്ക്കറ്റും ഉൾപ്പെടെ എല്ലാം പ്രീ ബുക്കിംഗ് ആക്കിയെന്ന്. അതുകൊണ്ട് ട്രെയിനിൽ വെച്ച് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഒരു വിധത്തിൽ വന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് കുളിച്ച് ഫ്രഷായി കയറി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് ചിക്കനും കാടക്കോഴിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് കലാപരിപാടികളുണ്ട്. അതൊക്കെ കണ്ടിട്ട് വരാം. ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയുണ്ട്, പിന്നെ സാമ്പാറുണ്ട്, അതുപോലെ തന്നെ ടൊമാറ്റോയും സവാളയൊക്കെ വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ചമ്മന്തി ഉണ്ട്. ഇതെല്ലാം ചേട്ടൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാനൊരു കോഫി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് കഴിച്ചു. കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അമ്മയുടെ അടുത്ത് ഒരാഴ്ചത്തെ നുണയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഷെഫ് പിള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഉണ്ടാക്കുന്നത് ഞാനായതുകൊണ്ട് എങ്ങനെ വരുമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള സവാളയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ചിക്കൻ മാരിനേഷനാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ ചിക്കൻ നല്ല രീതിക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്ന പാനിൽ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ജീരകമാണ് ഇടുന്നത്. ജീരകം ഇട്ടതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകിയത് ഇടുന്നുണ്ട്. പിന്നെ കുഞ്ഞുള്ളിയും സവാളയും കൂടെ തട്ടി നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. കറിവേപ്പില ഇടുന്നുണ്ട്. വേഗം സവാള റെഡിയാകാൻ വേണ്ടി ഉപ്പിടുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഇടുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതൊന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ആദ്യം എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ സവാളയുടെ കൂടെ ചേർത്ത് അതിന് നല്ലോണം വഴറ്റിയെടുക്കും. അതിനുശേഷം നമ്മളിതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ചു വയ്ക്കുന്നു. പിന്നെ ഗരം മസാല ഇടുന്നു, തക്കാളി ഇടുന്നു, പിന്നെ അടച്ചു വയ്ക്കുന്നു. ചിക്കൻ ആ സമയം കൊണ്ട് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മീനും കൂടെ വറുത്തെടുക്കാം. പിന്നെ ചിക്കൻ്റെ ലെഗ് പീസ് ഉണ്ട്, അതുകൂടെ വറുത്തെടുക്കാം. അതോടുകൂടി നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ട്. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ എന്താ, ഞാൻ ഫുഡും കഴിച്ചു, കയറി കിടന്നങ്ങ് ഉറങ്ങി. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പുറത്തോട്ട് പോവാണ്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് പുറത്തോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പുറത്ത് പോകുന്നതിൻ്റെ വിശേഷം കാണാം. പുറത്ത് പോകേണ്ട ഒരു കുട്ടി ആവശ്യം ഉണ്ടായിരുന്നു. ആ ആവശ്യം എന്താണെന്ന് വേറൊരു വ്ളോഗായിട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയാത്തത്. അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ സ്ഥിതിക്ക് ഫുഡ് അടിക്കണമല്ലോ. അങ്ങനെ കൊടകര കഫേ എന്ന് പറയുന്ന ഒരു കടയിലാണ് നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് പോകുന്നത്. നല്ല ആംബിയൻസ് ഉള്ളൊരു കടയാണ് കേട്ടോ. അങ്ങനെ അവിടെയാണ് നമ്മളിന്ന് കഴിക്കാൻ കയറുന്നത്. ഒരു ജ്യൂസ് കുടിക്കാനും മാഗിയൊക്കെ കഴിക്കാനായിട്ട് വന്നിരിക്കുക. കൊടകര കഫേ എന്ന് പറയുന്ന ഈ ഒരു കടയിലാണ്. ഫുഡ് വരുമ്പോൾ കാണിച്ചു തരാം.
ജ്യൂസ് കുടിക്കാനെന്ന പേരിലാണ് കയറിയെങ്കിലും ജ്യൂസിന് പുറമെ മാഗിയും അതുപോലെ തന്നെ മോമോസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മോമോസ് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, എന്തോ ഒരു വൃത്തികെട്ട ടേസ്റ്റ് പോലെ തോന്നിയ. പക്ഷേ മാഗി അടിപൊളിയായിരുന്നു, അതുകൊണ്ട് മാഗി ഒരെണ്ണം എക്സ്ട്രാ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓറഞ്ച് ജ്യൂസ് അത് കുടിച്ചപ്പം അതിൻ്റെ തണുപ്പ് കാരണം നല്ലൊരു ആശ്വാസം കിട്ടി. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ മാക്സിലോട്ട് വെറുതെ ഒന്ന് കറങ്ങി നടക്കാനായിട്ട് കയറി. നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ടും കിട്ടാത്തത് കൊണ്ട് ഒന്നും എടുക്കാണ്ട് ഇറങ്ങുന്നത് എങ്ങനെയാണ്, അതുകൊണ്ട് നോക്കിയപ്പോഴത്തേക്കും നല്ലൊരു ബാഗ് കിടക്കുന്നുണ്ട്. ബാഗെങ്കിൽ ബാഗ് അതും എടുത്തോണ്ട് നമ്മൾ ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയതിന് ശേഷമാണ് ഓർത്ത് നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്കൂട്ടറൊക്കെ എടുത്ത് 9 മണിക്കുള്ള ഷോയ്ക്ക് കാന്താരയ്ക്കാണ് പോയത്. അങ്ങനെ ഇൻ്റർവെൽ ആയപ്പോൾ പോപ്കോണും ചായയും എല്ലാം വാങ്ങിച്ച് കുടിച്ച് സിനിമയൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കൂടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ രാത്രി 12:30 ആട്ടോ സമയം. കുറച്ച് ആൾക്കാരേ ഉള്ളൂ, നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അവിടെ നിന്ന് കോഫി കുടിക്കാനൊക്കെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് ചോറ് കഴിക്കുന്ന ചോറും കാടക്കോഴി വറുത്തതും ചിക്കൻ കറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ടിരുന്നപ്പോഴത്തേക്കും കുറച്ച് നേരം കിച്ചുമോനെ ഇറക്കാനായിട്ട് ഞാനും ചേട്ടനും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചുമോനെയൊക്കെ ഇറക്കിയിട്ട് വന്നപ്പോഴത്തേക്കും തിരിച്ചെനിക്ക് രാവിലെ പോകാനുള്ള ട്രെയിനിന് സമയമായിട്ടുണ്ട്. അങ്ങനെ നേരെ ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട്, ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലോട്ടാട്ടോ. അങ്ങനെ അവിടെ പോയി ട്രെയിനൊക്കെ കയറി ചേട്ടനെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് പിന്നെ ഞാൻ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റപ്പോഴത്തേക്കും കൊല്ലമെത്തി നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ഓട്ടോ പിടിച്ച് മ്യൂസിയത്തിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസത്തേക്കാണ് പോയത്. ആ ഒരു ദിവസവും കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ എനിക്ക് ഒത്തിരി ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, ഞാൻ മറന്നു പോയായിരുന്നു. വ്ളോഗ് എടുക്കുന്ന കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഓർമ്മ വരുമ്പോൾ ഉള്ള കുറച്ച് ക്ലിപ്പാട്ടോ എടുത്തത്. ഇനി ഞാൻ ഓർത്ത് ഇനിയുള്ള വീഡിയോസ് ഞാൻ അടിപൊളിയായിട്ട് ചെയ്തേക്കാം. അപ്പോൾ ശരി, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റാ.